പ്രതിഷേധം ഘടിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് അനാവശ്യമായിട്ടുള്ള അതുമല്ല ബോധപൂർവം ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും പകൽ പോലെ സത്യമാണ്. BJP എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കൂടാരമാണ്. അവിടെ ഒരുത്തരെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്നില്ലല്ലോ. കൈ ശുദ്ധമാണെന്ന് എത്രയോ പ്രാവശ്യം തെളിയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ കഴിയുന്ന കുറ്റമല്ല. ജോലി ചെയ്താൽ കാശ് കിട്ടൂലേ? ആ കാശല്ലേ വാങ്ങിച്ചിട്ടുള്ളത്. കോടതി വളരെ വ്യക്തമായി പറഞ്ഞില്ലേ. നമസ്കാരം. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ നിരവധി CPM പ്രവർത്തകരാണ് പ്രതിഷേധവുമായി നിലവിലിപ്പോൾ ഇഡിയുടെ റെയ്ഡിനെതിരെ പ്രതിഷേധവുമായി ഈ ഒരു വഴിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നിരവധി പ്രവർത്തകരാണ് ഈ ഒരു ED റെയ്ഡിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഈ ഒരു റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് അടിയുറച്ച് വിശ്വസിക്കുകയാണ്, അടിയുറച്ച് പറയുകയാണ് ഇവിടെ CPM പ്രവർത്തകർ എല്ലാവരും തന്നെ. നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു ED റെയ്ഡിനെതിരെ പ്രതിഷേധിച്ച് വന്നതാണ്. അതെ, BJP സതീശൻ രാഷ്ട്രീയപ്രേരിതമാണ്. BJP DD സജൻ കൂട്ടുകെട്ടിൻ്റെ ഒരു ഭാഗമാണത്. അല്ലെ പിന്നെ ഇപ്പം അയാൾ ഇന്നലെ ഡൽഹി പോയിട്ട് നിലനിന്ന് പറഞ്ഞ തന്നെ BJP ആയിട്ടുള്ള ആ ഡീലിംഗ് പിന്നെ BJP ആണ് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ഒരധികാരത്തിൽ വന്നു. അപ്പം അതിൻ്റെ ഒരു ഇതാണ് ഓക്കെ. ഈ ഒരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് ഇക്കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇഡിയുടെ റെയ്ഡ് ഉണ്ടാകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. നിരവധി പ്രവർത്തകരാണ്, അതായത് സാധാരണക്കാരായ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരാണ് നിലവിലിപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വഞ്ചിയൂർ ബാബു ഉൾപ്പെടെയുള്ള നേതാക്കൾ, തിരുവനന്തപുരത്തെ പ്രമുഖ നേതാക്കൾ ഇവിടെയുണ്ട്. എന്തായാലും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. സംശയം തോന്നുന്നു. പ്രതിഷേധം ഘടിപ്പിക്കുക തന്നെ ചെയ്യും. ഇത് അനാവശ്യമായിട്ടുള്ള അതുമല്ല ബോധപൂർവം ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും പകൽ പോലെ സത്യമാണ്. പിണറായിയെക്കുറിച്ച് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ പിന്നെ മകളുടെ വീടും മരുമകൻ്റെ വീടും ഒക്കെ റെയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായ നടപടിയാണ്. BJP എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കൂടാരമാണ്. അവിടെ ഒരുത്തരെയും വീട്ടിൽ റെയ്ഡ് നടത്തുന്നില്ലല്ലോ. ഇതൊരു അഴിമതി നടത്താത്ത, അത് കൈ ശുദ്ധമാണെന്ന് എത്രയോ പ്രാവശ്യം തെളിയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പൊറുക്കാൻ കഴിയുന്ന കുറ്റമല്ല. BJPയും ഇവിടുത്തെ VD സതീശനും ചെയ്തിട്ടുള്ളത്. ശക്തമായി തന്നെ ഇവിടുത്തെ പാർട്ടി പ്രതികരിക്കും, അങ്ങേ അറ്റം വരെ പ്രതികരിക്കും, സംശയമേ വേണ്ട. മാസപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള ലിസ്റ്റ് മാസപ്പടിയൊക്കെ കോടതി തെളിയിച്ചതല്ലേ, കോടതിയെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതല്ലേ. മാസപ്പടിയെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമല്ലേ. എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലേക്ക് കാശ് വരുന്നതെന്നും അതിന് വാങ്ങേണ്ടത് എങ്ങനെയാണെന്നും ആ നിയമാവലിക്ക് അനുസരിച്ച് നിന്നുകൊണ്ട് വാങ്ങിയതിന് ഇപ്പോൾ ഒരാൾക്ക് ജോലി ചെയ്താൽ കാശ് കിട്ടൂലേ? ആ കാശല്ലേ വാങ്ങിച്ചിട്ടുള്ളത്. കോടതി വളരെ വ്യക്തമായി പറഞ്ഞില്ലേ. മേലാൽ ഇതും കൊണ്ട് ഇവിടെ വരരുതെന്നും കൂടെ പറഞ്ഞില്ലേ കേസ് കൊടുത്തവരോട്. പിന്നെ എന്തിനാണ് ആ കള്ളക്കഥകൾ പറയുന്നത്? രാഷ്ട്രീയമായി എല്ലാ തരത്തിലും നേരിടും, സംശയമേ വേണ്ട. ജീവൻ കളഞ്ഞ് ഇത് അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ഈ സമരത്തെ നേരിടുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട. വളരെ നന്ദി പ്രതികരിച്ചതിൽ. വഞ്ചിയൂർ ബാബുവാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചത്. രാഷ്ട്രീയമായി തന്നെ ഈ ഒരു റെയ്ഡിനെ നേരിടും എന്നത് തന്നെയാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത്. ഇഡിയുടെ റെയ്ഡ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് CPM നേതാക്കളുടെ പ്രതികരണം. അതേസമയം തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ ഒരു വീടിന് ചുറ്റും ഈ ഒരു റോഡിലും നിലവിലിപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പ്രതിഷേധം കടുത്തു കഴിഞ്ഞാൽ പോലീസ് എന്ത് നടപടി സ്വീകരിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിക്കാണേണ്ടതുണ്ട്. ഈ ബേക്കറി ജംഗ്ഷനിൽ നിന്നും ഈ റിസർവ് ബാങ്കിൻ്റെ വഴിയിലൂടെ വരുമ്പോഴാണ് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് കൂടിയായ പിണറായി വിജയൻ്റെ വാടക വീടുള്ളത്. ഈ വഴി നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കും. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിരവധി പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധത്തിന് അണിചേരുവാൻ വേണ്ടി എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേസമയം ഇഡിയുടെ റെയ്ഡ് ഉള്ളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്ത് വലിയ പോലീസ് സന്നാഹവും നിലവിലിപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിൽ പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് ഈ ഒരു റെയ്ഡ് തന്നെ വലിയ രാഷ്ട്രീയ പ്രേരിതമായ രീതിയിൽ നടക്കുന്നതാണ് എന്നതുൾപ്പെടെയുള്ള ആരോപണം തന്നെയാണ്, അല്ലെങ്കിൽ അടിയുറച്ച ഒരു ആരോപണമാണ് CPM നമ്മളോട് വ്യക്തമാക്കുന്നത്.
എന്തായാലും റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും CPM സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ CPM പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈയൊരു പ്രതിഷേധത്തിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ നിലവിലിപ്പോൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.